മലപ്പുറത്തെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് പരിശോധന. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് PV അൻവർ 12 കോടി വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് റെയ്ഡ്. തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസ് പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. ജൂലൈ 29-നാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2015-ൽ 12 കോടിയെടുത്ത വായ്പ 22 കോടിയായി എന്നാണ് പരാതി. കേസിൽ 4ാം പ്രതിയാണ് അൻവർ. ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയെന്നും ലോൺ അനുവദിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്നുമാണ് അൻവറിനെതിരായ കുറ്റം. മതിയായ രേഖകളില്ലാതെ പണം കടമായി നൽകി, തിരിച്ചടയ്ക്കാനുള്ള കെൽപ്പ് ഉണ്ടോ എന്ന് പരിശോധിച്ചില്ല എന്നിവയാണ് പ്രതികൾക്കെതിരായ പ്രാഥമിക കണ്ടെത്തൽ. KFCക്ക് ഭീമമായ നഷ്ടം വരുത്തിവെച്ചുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. KFC ചീഫ് മാനേജർ അബ്ദുൾ മാനഫ്, ഡെപ്യൂട്ടി മാനേജർ മിനി, ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ മുനീർ അഹമ്മദ്, PV അൻവർ, അൻവറിന്റെ സുഹൃത്ത് സിയാദ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ളത്. ക്ലോസ് ചെയ്ത് പറഞ്ഞത് അതിൽ 753 7.5 കോടിയാണ് യഥാർത്ഥത്തിൽ അടക്കേണ്ടത്. അതിൽ 22 കോടി 26 ലക്ഷത്തി 10,000 ആണ് പരാതി. ലോൺ എമൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. 7.5 കോടി അങ്ങനെ ലോൺ എടുത്തിട്ടില്ല. ഈ 3 ലോണായിട്ട് എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. ഒരു പൈസ അടച്ചിട്ടില്ല, അല്ല ഒരു പൈസ അടച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ ഇപ്പം പറഞ്ഞു തന്നെ. അതിലാ പറഞ്ഞപ്പോൾ 3/4 ഭാഗത്തോളം മുതലേക്ക് നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലോൺ അതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കേ, അത് 1,62,162,50,746. മറ്റൊന്ന് 2,14,76,968. 2,14,76,968. 2,14,76,968. മൂന്നാമത്തത് 2,14,51,501. ഇത്രയും എമൗണ്ടുകൾ അതിലേക്ക് തിരിച്ചടച്ചതാണ്. ഇതാണ് ഇതിന്റെ വസ്തുത. 2018 ലാസ്റ്റ് അടച്ചത്. അതിൻ്റെ പൈസ അടച്ചിട്ടില്ല. എല്ലാ വരുമാനങ്ങളും ഇങ്ങനെ നിർത്തിയില്ലേ. അതായത് കൃത്യമായി ലോൺ അടച്ചു പോയിട്ട് റിബേറ്റ് കിട്ടിയ ആളത്. അതായത് ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ പക്ക അടച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ 1% 1.5% ഒക്കെ ഇവരുടെ സ്കീമുകളുണ്ടാവും. ആ സ്കീമിൽ ഏകദേശം 10-40 ലക്ഷം റുപ്യ ആ സ്കീമിൽ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തു. അത്രയും കറക്റ്റായിട്ട് അടച്ചു പോയിരുന്നു. 16 MLA ആവുന്നു, 17 കൂടി വിഷയങ്ങൾ ആരംഭിക്കുന്നു, കച്ചവട ഏർപ്പാടുകൾ നിൽക്കുന്നു. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ പ്രോപ്പർട്ടിയാണ് ഈ ലോണിൽ നിൽക്കുന്നത്. ഇവിടെ ഈ കാണപ്പെട്ട കഴിഞ്ഞ 1.5, 2, 3 വർഷമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഈ പ്രോപ്പർട്ടികളാണ്. ഡേറ്റഡ് ദിസ് 10th day of April 2025. 29-ാം തീയതിയാണ് അവർ നിരസിച്ചത്. 11-ാമത്തെ ദിവസം നമ്മൾ 10% കൂടുതൽ അടക്കാൻ തയ്യാറെന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്തു. ഇങ്ങനെ അടച്ചതോ 3,05,00,000. 8 സെക്കൻഡ് 3,05,00,000. 14,76,960 അടച്ചു. അതുണ്ടായില്ല. ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ ADGP അജിത് കുമാറിൻ്റെ പേരിൽ ഈ പരാതികൾ മുഴുവൻ കൊടുത്തിട്ട് പലരും അന്വേഷിച്ചിട്ട് കേസുണ്ടെന്ന് പറഞ്ഞ് പൂരങ്ങലക്കലടക്കം കൊടുത്തിട്ട് പോലും FIR ഇടാത്ത വിജിലൻസാണ്. ഏതോ റോഡിൽ കൂടെ പോകണ ഒരു പരാതി കൊണ്ടേ കൊടുത്തു, അപ്പോൾ FIR ഇട്ടിട്ട് അന്വേഷിക്കും.